ഒരാൾ ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ പെട്ടെന്നൊരു കട്ടറിൽ വണ്ടി ചാടി. അയാൾക്ക് സ്വാഭാവികമായിട്ടും ബോൾസിന് ചെറിയൊരു വേദന തോന്നി. പക്ഷെ വക വയ്ക്കാതെ വീടെത്തി. സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അയാൾക്ക് ഭയങ്കരമായിട്ട് അസഹനീയമായ വേദനയാണ് ബോൾസിൽ നിന്ന്. അപ്പോൾ ആശുപത്രിയിലെത്തി. ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോൾസിൽ ഒരെണ്ണത്തിൽ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുകയാണ്. റെഡ്നെസ് ഉണ്ട്. കൂടാതെ ഇയാൾക്ക് ഓർക്കാനും ഛർദിൽ, അടിവയറ് വേദന തുടങ്ങിയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ഫൈനലി ഡോക്ടർ എത്തിച്ചേരുന്ന ഡയഗ്നോസിസ് എന്താണെന്ന് വെച്ചാൽ ടോർഷൻ ഓഫ് ദ ടെസ്റ്റിസ്. നമ്മുടെ വൃഷണങ്ങൾ ചരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്നൊരു അവസ്ഥയുണ്ട്. ഞാനിവിടെ ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. കോമൺലി ഇത് കണ്ടുവരുന്നത് ജനിച്ചുടനെയുള്ള കുഞ്ഞുങ്ങളിലും കൗമാരക്കാർക്കിടയിലുമാണ്. അപ്പോൾ നമ്മുടെ വൃഷണങ്ങൾ ആക്ച്വലി സ്പെർമാറ്റിക് കോഡിൻ്റെ സഹായത്തോടുകൂടി സസ്പെൻഡായിരിക്കുകയാണ്. ഇതിനുള്ളിലൂടെ രക്തക്കുഴലുകൾ പോകുന്നുണ്ട്. സോ ഇൻ കേസ് ഈ ഒരു ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകൾ ബ്ലോക്കായാൽ താഴോട്ടുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവും, ന്യൂട്രിയൻസ് ഇല്ലാണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ശ്വാസം കിട്ടാതെ മീൻ പിടയുന്നതുപോലെ പതിയെ ആ കോശങ്ങൾ നശിച്ച് ആ ഒരു ടെസ്റ്റിസ് ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ട് ഒരു 6 മണിക്കൂറിനുള്ളിൽ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിയുകയാണ്. നിങ്ങൾ ഡോക്ടറിനെ പോയി കാണുന്നു. ഡോക്ടർ അവിടെ നിന്ന് ഒരു സർജൻ്റെ അടുത്തേക്ക് നിങ്ങളെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഹീ ക്യാൻ സേവ് ദാറ്റ് ടെസ്റ്റിസ്. ആ ടെസ്റ്റിസിൻ്റെ ബ്ലഡ് സപ്ലൈ വീണ്ടും സർജറിയിലൂടെ ശരിയാക്കി എടുക്കുന്നതിനോടൊപ്പം ആ ടെസ്റ്റിസ് വീണ്ടും നോർമലൈസ് ചെയ്യാൻ കഴിയും. കൂടാതെ തന്നെ ഒരു ടെസ്റ്റിസ് ഇൻ കേസ് നമുക്ക് സേവ് ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ടെസ്റ്റിസിനെ കൂടി അത് ബാധിക്കും. അതായത് ഒരു ചീഞ്ഞ തക്കാളി തൊട്ടടുത്തുള്ള തക്കാളിയെ ബാധിക്കുന്നത് പോലെ ആ ഒരു എക്സാമ്പിൾ. അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയിൽ ഇങ്ങനെ ഒരു പെയിൻ വരുവാണ്. സോ നിങ്ങൾ മിണ്ടാതെ നാണിച്ചിരിക്കാതെ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് പറയുക. അവർ വേണ്ട സഹായം ഒരു ഡോക്ടറിനെ പോയി കണ്ട് ആ ഡോക്ടർ അവിടെ നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ സഹായം ചെയ്തു തരും. മിണ്ടാതിരിക്കരുത്, നാണക്കേടൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചറിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഫോളോ ദ സോഴ്സ്.